ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ BSNL ടവറുകൾ വൈകാതെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ വിവിധ മേഖലകളിലായി 60ഓളം ടവറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശേഷിക്കുന്ന സാങ്കേതിക പരിമിതികൾ കൂടി പരിഹരിച്ച് വൈകാതെ ടവറുകൾ ഉദ്ഘാടനം നടത്തുമെന്നും MP വ്യക്തമാക്കി. ആദിവാസി മേഖലകളിലടക്കം നിർമ്മാണം നടത്തിയിട്ടുള്ള BSNL ടവറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. വിഷയത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രതികരണമുണ്ടായിട്ടുള്ളത്. താലൂക്കിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള BSNL ടവറുകൾ വൈകാതെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. മൂന്നാർ ഉൾക്കൊള്ളുന്ന ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 54ഓളം മൊബൈൽ ടവറുകൾ USO ഫണ്ടിൽ ഉൾക്കൊള്ളിച്ച് അതിന്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. മിക്കവാറും ടവറുകളുടെ എല്ലാം പണി പൂർത്തീകരിച്ച് അത് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ സാങ്കേതികമായ ചില ചെറിയ പരിമിതികൾ കൂടി പരിഹരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ തോതിൽ അത് സജ്ജമാക്കി നമ്മുടെ ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള 60 ടവറുകളും ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. തോട്ടം മേഖലയിലും ആദിവാസി മേഖലയിലും BSNL മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാട്ടുമൃഗശല്യം മറ്റു രൂക്ഷമായ പ്രദേശങ്ങളിൽ ആശയവിനിമയ സംവിധാനമില്ലാത്തതും വെല്ലുവിളിയാകുന്നുണ്ട്. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഇടങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ടവറുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ടവറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ എരവ് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ ഉരുപ്പടികൾക്ക് മേൽവിലാസക്കാർക്ക് എത്തിച്ചു നൽകാതെ നിരുത്തരവാദമായി കൈകാര്യം ചെയ്യുന്നതായി പരാതി. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ മുൻപും പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഗുരുതര അനാസ്ഥ തുടരുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം.